ദിലീപേട്ടൻ്റെ കൂടെ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആദ്യത്തെ മൂവിയാണ്. രാത്രി ഇരുന്ന് ചെയ്യാൻ പേടിയാണ്. ഒന്നുമില്ല, ഇതിൻ്റെ സൗണ്ട് എഫക്ട്സ് ഒന്നും വന്നിട്ടില്ല, ട്രാക്ക് പോലും വന്നിട്ടില്ല, പൈലറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ചില ഷോട്ട് കാണുമ്പോൾ പേടിയാവും. അത് എപ്പോൾ ഓർത്താലും ചിരി വരും, അങ്ങനത്തെ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. ഇയാൾ ആരായിരുന്നു, ദിലീപേട്ടൻ ആരായിരുന്നു, നമുക്ക് എന്താണ് തന്നിരുന്നത് എന്ന് അറിയണം. ഒരു 100 രൂപ ഞാൻ മുടക്കുന്നുണ്ടെങ്കിൽ ആ 100 രൂപ ഞാൻ അതിനൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്. എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഈ ഡോർ കുറ്റിയിരുന്ന എൻ്റെ കൈയുടെ ക്ലോസ് മാത്രമേ ഉള്ളൂ. പേരുണ്ടാവല്ലോ എന്തായാലും. തിയേറ്ററിൽ പോയി ആലുവയിൽ അങ്ങോട്ട് പോയി കണ്ടത് ഭയങ്കര വിഷമമായി. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇപ്പോൾ തിയേറ്ററിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിൻ്റെ എഡിറ്റർ മിസ്റ്റർ സാഗർ ദാസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം. ഹായ്. അപ്പോൾ ഇപ്പോൾ തിയേറ്ററിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിൻ്റെ എഡിറ്ററാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപേട്ടൻ്റെ കൂടെ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആദ്യത്തെ മൂവിയാണ്. അല്ലാതെ ഞാൻ ദിലീപേട്ടൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട്, ദിലീപേട്ടൻ്റെ കൂടെ അല്ല, ദിലീപേട്ടൻ്റെ മായമോനിൽ ഞാൻ ആദ്യം സ്പോർട്ട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ദിലീപേട്ടനെ കണ്ടൊരു പരിചയമുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ മൈ ബോസിൽ സ്പോർട്ട് എഡിറ്ററായിട്ട് വർക്കായി. അതിനുശേഷം പിന്നെ വർക്ക് ചെയ്യുന്ന മൂന്നാമത്തെ പടമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ദിലീപേട്ടൻ്റെ കൂടെ. ഡയറക്ടറും റൈറ്ററൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു ഓൾറെഡി. ഡയറക്ടർ ബിൻഡോ, ഞാൻ ക്യൂൻ 2 സ്റ്റേറ്റ്സ് സിനിമ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ചീഫായിരുന്നു ബിൻഡോ. ഷാരിസ് എൻ്റെ ക്ലാസ്മേറ്റാണ്, ഞങ്ങൾ റൂംമേറ്റ്സ് ആയിരുന്നു. അപ്പോൾ 10-20 വർഷത്തെ പരിചയമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. ഞങ്ങളെല്ലാം പ്രീ പ്രൊഡക്ഷൻ മുതലേ ഡിസ്കഷനും പരിപാടിയും സ്ക്രിപ്റ്റിലൊക്കെ ഇരുന്ന് ഭയങ്കര രസമായിരുന്നു. ഫ്രീ ആയിരുന്നു അല്ലേ? യെസ്, ഭയങ്കര ഫ്രീ ആയിരുന്നു. ദിലീപേട്ടനും സെറ്റിലും ഭയങ്കര രസമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. ഒരു ഫാമിലി തന്നെയായിരുന്നു മൊത്തത്തിൽ. ഓക്കെ. അപ്പോൾ എങ്ങനെയായിരുന്നു ആദ്യത്തെ മൂവിയിലേക്കുള്ള ജേർണി? ആദ്യത്തെ മൂവി ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്ത വർഷമല്ലേ? യെസ്, അതെ. അപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഫസ്റ്റ്, എങ്ങനെ കോണ്ടാക്ട്സിലൂടെ ആയിരുന്നോ അതോ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു ജേർണി എന്ന് പറയും? യെസ്, ഞാൻ എഡിറ്റിംഗ് ഞാൻ പഠിക്കുന്നത് നിയോ ഫിലിം സ്കൂളിൽ നിന്നായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പഠനം കഴിഞ്ഞിട്ട് ആരെ അസിസ്റ്റ് ചെയ്യുമെന്ന് വലിയ ധാരണയില്ല. ആരെ വിളിക്കണം, എനിക്ക് വിളിക്കാൻ ഭയങ്കര മടിയായിരുന്നു. ആ സമയത്ത് വിമൽ എസ് രാജ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ, വിമലേട്ടൻ വഴിയാണ്, വിമലേട്ടനാണ് എന്നെ പുഷ് ചെയ്ത് നീ വിളിക്ക് എന്നൊക്കെ പറഞ്ഞ് വിമലേട്ടൻ്റെ ഫോണിൽ നിന്നൊക്കെ വിളിച്ചിരുന്നല്ലോ. നമ്മുടെ ഫോണിൽ ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. വിമലേട്ടൻ്റെ ഫോണിൽ നിന്ന് വിളിച്ച് ലിജോ പോൾ എന്ന് പറഞ്ഞൊരു എഡിറ്റർ ഉണ്ട്. അപ്പോൾ ലിജോ ചേട്ടൻ്റെ കൂടെ നീ കയറുന്നൊക്കെ പറഞ്ഞ് വിമലേട്ടൻ എന്നെ പുഷ് ചെയ്ത് വിളിപ്പിച്ച് അങ്ങനെ ലിജോ ചേട്ടൻ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ കയറുന്നു. അതിന് മുമ്പ് ഞാൻ അയ്യൂബ് ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള എഡിറ്ററിൻ്റെ കൂടെ ഒരു പടം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യൂബണ്ണാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. സിനിമയിലേക്ക് കൊണ്ടുവരുന്ന അയ്യൂബേട്ടനാണെങ്കിലും ലിജോ ചേട്ടനിലേക്ക് എന്നെ എത്തിക്കുന്നത് വിമലേട്ടനായിരുന്നു. അപ്പോൾ ലിജോ ചേട്ടൻ്റെ കൂടെ ഞാൻ മോളി ആൻറ്റി റോക്സിൽ വർക്ക് ചെയ്തു, പുണ്യാളൻ അഗർബത്തീസിൽ വർക്ക് ചെയ്തു. അപ്പോൾ ഈ സിനിമകളൊക്കെ ഡയറക്റ്റ് ചെയ്തത് രഞ്ജിത് ശങ്കർ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ രഞ്ജിത് സാറിന് ഓക്കെ എന്നാൽ ഇവൻ ഇൻഡിപെൻഡൻ്റ് ആക്കിയേക്കാമെന്ന് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെയാണ് വർഷത്തിലേക്ക് എത്തുന്നത്. സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ, എന്തായാലും ഭയങ്കര ആസ്വദിച്ച് എഡിറ്റ് ചെയ്ത ഒരു സീൻ പറയൂ. 2-3 പടങ്ങളിൽ 2-3 സീനുകളുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്തതിലാണെങ്കിൽ എൻ്റെ ഇൻ്റർവെൽ സീക്വൻസ് ഡാൻസ്, അത് ഷൂട്ട് ചെയ്യുമ്പോഴും ഭയങ്കര വൈബായിരുന്നു. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവള് ഫുൾ ഓൺ ഫുൾ പവറാണ്. അത് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ ഒരു 100 തവണ ഇരുന്ന് കാണും. അതേപോലെ ഞാൻ വർഷത്തിൽ മമ്മൂട്ടി ചേട്ടൻ്റെ കരയുന്നൊരു സീനുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ ഭയങ്കര മമ്മൂട്ടി ഫാനാണ്. ഞാനും കോളേജിലൊക്കെ മമ്മൂട്ടി ഫാൻ തന്നെ. ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന സമയത്ത്, കോളേജ് പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ മമ്മൂട്ടി ഫാനാണ്. ഞാൻ ഈ പറഞ്ഞ റൈറ്റർ ഷാരിസൊക്കെ ഞങ്ങൾ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷനിലൊക്കെ ഉണ്ടായിരുന്ന റൂമിലൊക്കെ ഫുൾ മമ്മൂട്ടിയുടെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചാണ്. ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പടം മമ്മൂട്ടി അത് കിട്ടിയ ഭയങ്കര ഹാപ്പി. എൻ്റെ അച്ഛൻ മമ്മൂട്ടി കരഞ്ഞാൽ അച്ഛനും കരയും, വേറെ ആര് കരഞ്ഞാലും അച്ഛന് മമ്മൂട്ടി കരഞ്ഞാൽ അച്ഛൻ കരയും. അപ്പം അത്രയും ഇഷ്ടമാണ് അച്ഛൻ്റെ മമ്മൂട്ടിയുടെ കരച്ചിൽ. എനിക്ക് മമ്മൂട്ടി കരയുന്ന സീൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് കണ്ട് എൻ്റെ അച്ഛൻ കരയോ എന്നാണ് ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സീൻ. നേരിട്ട് അഭിനയിക്കുന്നത് കാണുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും ഭയങ്കര ത്രിൽഡായിരുന്നു. അത് രണ്ടാമത്തെ സീൻ. പിന്നെ അങ്ങനെ ചിലതൊക്കെയുണ്ട്. അപ്പോൾ എഡിറ്ററിൻ്റെ പെർസ്പെക്റ്റീവിൽ ഒരു മൂവിയിൽ ത്രൂ ഔട്ട് ഒരു ഡയറക്ടർ കൂടെ ഇരുന്ന് ചെയ്യണം എന്നാണോ, അതോ സ്വന്തം ഒരു ക്രിയേറ്റിവിറ്റി കഴിഞ്ഞിട്ട് മാത്രമേ ഡയറക്ടറിന് അതിൽ സ്പേസ് ഉള്ളൂ എന്നാണോ? എന്താണ് ഒരു പെർസ്പെക്റ്റീവ്? എന്താ? ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളിലും ത്രൂ ഔട്ട് ഡയറക്ടർ എന്നോട് ഇരുന്നിട്ടില്ല.
നമുക്കൊരു സ്പേസ് തരും അവർ ഓട്ടം, അതിനാണല്ലോ നമ്മൾ വെക്കുന്നത്. ഓക്കെ, നമ്മളുടെ ക്രിയേറ്റിവിറ്റിയിൽ ഒരു സാധനം ചെയ്യേ, എന്നിട്ട് അതിൽ അവർക്ക് എന്തെങ്കിലും സജഷൻസോ കറക്ഷൻസോ തോന്നുവാണെങ്കിൽ പറയും, എടാ അത് നമുക്ക് ഇങ്ങനെ ചെയ്താലോ. അപ്പോൾ അവർ ചിന്തിക്കാത്തൊരു പോയിന്റ് ചിലപ്പോൾ നമ്മൾ അതിൽ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയാൽ അതിൽ ഫിക്സായി, എടാ അങ്ങനെയല്ല, ഇതിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്തൊരു പോയിന്റ് അവർ പറയും, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമില്ലേ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അപ്പോഴായിരിക്കും അങ്ങനെ ചിന്തിക്കുക, ശരിയാണല്ലോ, ഓക്കെ. അപ്പോൾ ചിലപ്പോൾ ഈ രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് വേറൊരു ഔട്ട്പുട്ട് ആയിരിക്കും വരിക. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്, പക്ഷെ ത്രൂ ഔട്ട് ഇരിക്കലില്ല. ഇല്ല. ഓക്കെ. ഇപ്പോൾ ഞാനൊരു എഡിറ്ററാണ്. അപ്പോൾ പെൺകുട്ടികൾ ഇനി വരുമ്പോൾ കൂടുതൽ സ്ട്രഗിൾ, ഭയങ്കര ഈ ആൺകുട്ടികൾ വരുന്നതിനേക്കാളും കൂടുതൽ സ്ട്രഗിൾ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു ഐഡിയ എന്താ? പെൺകുട്ടികൾ സ്ട്രഗിൾ മീൻസ് ഇപ്പോൾ ഒരാളെ അസോസിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ആയിട്ട് പോകുമ്പോൾ ഭയങ്കര പേരുദോഷം വരുമോ, അല്ലെങ്കിൽ പെൺകുട്ടി ഉള്ളതുകൊണ്ട് മെയിൻ എഡിറ്റർക്ക് പേരുദോഷം വരുമോ, അല്ലെങ്കിൽ പെൺകുട്ടി ആയതുകൊണ്ട് ഇനി എന്തെങ്കിലും സംസാരിച്ച് വലിയ കേസ് കൊടുക്കും, അങ്ങനത്തെ ഒക്കെ പേടി ഉണ്ടാവില്ല. അപ്പോൾ ഇനി വരാൻ പോകുന്ന എനിക്കായാലും കുറേ സ്ട്രഗിൾ ഫേസ് ചെയ്തിട്ടായിരിക്കും ഒരു പടം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന പെൺകുട്ടികൾക്കും എനിക്കും എന്താ പറയാനുള്ളത്, ലൈക്ക് കുറേ സ്ട്രഗിൾ ഫേസ് ചെയ്യേണ്ടി വരും, പിടിച്ച് നിൽക്കണം. എങ്ങനെയാ അതേ ഒരു ഐഡിയ എന്താ? പെൺകുട്ടികൾ വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പോൾ ഒന്നും മൊത്തത്തിൽ ഇപ്പം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയും, പെൺകുട്ടിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ദേഷ്യം തോന്നിയിട്ട് ഇപ്പം പെൺകുട്ടി ഒരു കേസ് കൊടുത്തു തന്നെയായിരിക്കും, മാറി ഇത് നല്ല സത്യം, ഇതാണ് സത്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പോകണം, അതിന്റെ പുറകെ ഓടണം. ഇത് പിന്നെ എത്ര പേര് ഇതിന്റെ സത്യത്തിന്റെ പുറകെ അറിയാൻ വേണ്ടി വരും. അങ്ങനെ ഒരു ഡയലോഗ് തന്നെ പ്രിൻസിലുണ്ട്, ആദ്യം അറിയുന്നത് കാണാനാണ്, അതിന്റെ പുറകെ പോകാനാണ് ഇഷ്ടം. അപ്പോൾ പെണ്ണുങ്ങൾ വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, പെണ്ണുങ്ങൾ വരണം. ഇപ്പം നമ്മൾ ഫെഫ്ക എഡിറ്റേഴ്സ് യൂണിയൻ ഈ കഴിഞ്ഞ മാസം ഏതോ ഒരു ഗേൾസ് കോളേജിൽ എഡിറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ് എന്തൊക്കെയോ നടത്തി. എഡിറ്റേഴ്സ് പെൺപിള്ളേർ കൂടുതൽ ഇങ്ങോട്ട് ഇൻഡസ്ട്രിയിലേക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത് പോകുന്നുണ്ട് യൂണിയൻ തന്നെ. പക്ഷെ ആരും അങ്ങനെ വരില്ല, കാരണം കുറച്ച് ഫിസിക്കൽ സ്ട്രെയിനൊക്കെ ഉണ്ട് ലൊക്കേഷനിൽ. അപ്പൊ അത് പിന്നെ ഫാമിലി സപ്പോർട്ട് അപ്പൊ പിന്നെ വന്നുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ആർക്കും, പിടിച്ച് നിൽക്കണം. ഓക്കെ. ഒരു സിനിമ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു എഡിറ്റർ എന്ന രീതിയിൽ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് എന്താ? ബിഗ്ഗസ്റ്റ് ചാലഞ്ച്? ഓഡിയൻസിനെ ബോറടിപ്പിക്കാത്ത രീതിയിൽ എങ്ങനെ ഇത് ലിമിറ്റഡ് ടൈമിൽ എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ചെന്ന് എനിക്ക് തോന്നുന്നു. അത് മിസ്സാകുമ്പോഴാണ് പലരും ബോറടിച്ചു, ലാഗായി, വർക്കായില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിന് എഡിറ്റിംഗ് കൊണ്ട് മാത്രം പറ്റിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ ആർട്ടിസ്റ്റുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം, ഡയറക്ടർ സ്ക്രിപ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യണം, സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാവരുടെയും ഒരു കൂട്ടായിട്ടുള്ളൊരു വർക്ക് ഗംഭീരമായിട്ട് വന്നാൽ അത് വർക്കാവുന്നതന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പോൾ ഏത് ടൈപ്പ് ജോണറാണ് ചെയ്യാൻ കൂടുതൽ ഇഷ്ടം? എനിക്ക് എല്ലാം ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് ഫൈറ്റ് ചെയ്യാൻ ഇഷ്ടം, കോമഡി ചെയ്യാൻ ഇഷ്ടമാണ്, ത്രില്ലർ ഇഷ്ടമാണ്, ഹൊറർ ഇഷ്ടമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വരുന്നത് ഫുള്ള് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളതിൽ കൂടുതലും ഫീൽ ഗുഡ് മൂവീസാണ് ഉണ്ടായിട്ടുള്ളതെന്ന് തോന്നുന്നു. ഫൈറ്റൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ വന്നിട്ടില്ല. ആഗ്രഹമുണ്ട്. ഹൊറർ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഹൊറർ സിനിമ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഹൊറർ എഡിറ്റിംഗ് ടേബിളിൽ കിട്ടുമ്പോൾ പക്ഷെ ഒരു ഹൊറർ പടത്തിൻ്റെ ട്രെയിലർ കിട്ടിയിട്ടുണ്ട്. അപ്പം ആ സമയത്ത് കുറേ വർഷം മുമ്പ്, അപ്പം രാത്രി ഇരുന്ന് ചെയ്യാൻ പേടിയാണ്. ഒന്നുമില്ല, ഇതിൻ്റെ സൗണ്ട് എഫക്ട്സ് ഒന്നും വന്നിട്ടില്ല, ട്രാക്ക് പോലും വന്നിട്ടില്ല, പൈലറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ചില ഷോട്ട് കാണുമ്പോൾ പേടിയാവും. അപ്പോൾ പകലിരുന്ന് വർക്ക് ചെയ്തിട്ട് രാവിലെ ചെയ്യാം. ദിലീപ് ഏട്ടൻ്റെ മൂവിയിൽ വർക്ക് ചെയ്തപ്പോൾ ഉള്ള എക്സ്പീരിയൻസ്? ദിലീപ് ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ, പിന്നെ ഇത് 150ാമത്തെ മൂവിയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിങ് എങ്ങനെയായിരുന്നു? 150th മൂവി ഒക്കെ പറയുമ്പോൾ ആദ്യം ഷാരിസ് എന്നെ ഈ വർക്ക് വിളിച്ച്, ഷാരിസാണ് എന്നെ വിളിക്കുന്നത്. എടാ ഒരു ആഡ് എന്നൊക്കെ പറഞ്ഞ പുള്ളി വിളിച്ചാൽ സൗത്തിലേക്ക് വരാൻ പറ്റുമോ, സൗത്ത് സ്റ്റുഡിയോയിലേക്ക് വരാൻ പറ്റുമോ, ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. ഞാനപ്പോൾ ചെന്നു. അപ്പം ഞാൻ പറഞ്ഞു പ്രൊഡക്ഷൻ കമ്പനി ലോഞ്ച് ആയതിൻ്റെ ആ മൂവിയുടെ പൂജയല്ലേ ഏട്ടാ, ഗുരുവായൂർ ചേർന്നത് പൂജയല്ലായിരുന്നു ചേരമാൻ്റെ? അല്ല അത് പൂജയല്ലേ? ആ യെസ്, പൂജ കഴിഞ്ഞ് വരുന്ന വഴിയാണ് എന്നെ ഷാരിസ് വിളിക്കുന്നത്. അവിടെ ഒരു പരിപാടി ഉണ്ട്, ഒന്ന് വരാൻ പറ്റുമോ? ഓക്കെ. ചെന്നപ്പോഴേക്കും ഷാരിസ് നീ ഫുൾ ടൈം നീ കൂടെ വേണം, ഒരു ആഡ് ഷൂട്ടാണ്,
അപ്പം ഞാനിത് ആഡിന് ഇപ്പം ഞാൻ തന്നെ ഫുൾ ടൈം സ്ക്രിപ്റ്റിംഗ് പോലെ നീ ഇവിടെ വേണം, നീ ഇവിടെയും പോരുത്, ഒരു 2 മാസത്തേക്ക് ഇങ്ങനെ സെറ്റാ. ആഡിന് 2 മാസത്തേക്ക് പറയുന്നത് ഓക്കെയാണ്, നിൽക്കാൻ കുഴപ്പമില്ല, സെറ്റ് ഓക്കെയാണ്. ഒക്കെ കഴിഞ്ഞിട്ട് പറയുന്നത് ആഡല്ല, സിനിമയാണ്, ദിലീപേട്ടൻ്റെ 150ാമത്തെ പടം. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയി. പിന്നീട് വർക്ക് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ 150ാമത്തെ പടം എന്നല്ല, ഇത് നമ്മളുടെ ഫാമിലിയുടെ പടം, ഇത് ഗംഭീരമാക്കാന്നുള്ളൂ. 150 എന്നൊക്കെയുള്ള കണക്കൊക്കെ എല്ലാവരും വിട്ടു. വണ്ടിയിൽ ഒരു ഡയറക്ടർ ബ്രില്യൻസ് ഉണ്ട് പടത്തിൽ. ദിലീപേട്ടൻ്റെ വണ്ടിയുടെ നമ്പർ D150 ആരും ശ്രദ്ധിച്ചിട്ടില്ല, അതുള്ളൂ എവിടെ കണ്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഏത് സോഫ്റ്റ്വെയർ ആണ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്? എനിക്ക് FCP 10 ആണ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് FCP 7 അപ്പോൾ അത് നമ്മൾ പഠിക്കുന്ന സാധനമാണല്ലോ നമ്മൾക്ക് വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ 7 ആയിരുന്നു എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു സമയത്ത് ഇവർ ആപ്പിളുകാർ 7 കംപ്ലീറ്റ് അങ്ങ് മാറ്റിയിട്ട് അപ്പോൾ ഞാൻ ക്യൂന് വരെ ഞാൻ ചെയ്തത് 7 2 സ്റ്റേറ്റ്സ് പടം വന്നപ്പോഴേക്കും ഇവർ 10 ആക്കിയെന്ന് മാത്രമല്ല, പുതിയ സിസ്റ്റത്തിൽ FCP 7 ഇൻസ്റ്റാൾ ആകത്തില്ല. 10 എൻറ്റയർലി വേറെ സോഫ്റ്റ്വെയറാണ്, കംപ്ലീറ്റ് ഷോർട്ട് കീ അടക്കം മാറി. എങ്ങോട്ട് പോകണമെന്ന് അറിയണം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് FCP 7 ഷോർട്ട് കീസ് പ്രീമിയറിൽ ഇടാമെന്ന് അറിഞ്ഞിട്ട് ഞാൻ പ്രീമിയർ കുറച്ചാൾ നോക്കി. പക്ഷെ യെസ്, അപ്പോൾ എനിക്കത് അതിൻ്റെ ലേഔട്ടും പരിപാടിയൊന്നും വർക്കാകുന്നില്ല. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് 10 എങ്കിൽ 10 എന്തായാലും ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങി, ഇനിയിപ്പം നിലനിന്നല്ലേ പറ്റുള്ളൂ. 10 അങ്ങ് പഠിക്കാമെന്ന് വെച്ച് അങ്ങ് ഇറങ്ങി. 10 അറിയുന്ന ഒരാളെ ഞാൻ അസോസിയേറ്റ് ആയിട്ട് വെച്ചു. അങ്ങനെ എൻ്റെ അസോസിയേറ്റാണ് എന്നെ 10 കുറേ പഠിപ്പിക്കുന്നത്. അതിൻ്റെ പ്രൊസീജിയറും അതിൻ്റെ ഫ്ലോവും കാര്യം ഷോർട്ട് കീസൊക്കെ പുള്ളിക്കാരനാണ് എന്നെ പഠിപ്പിക്കുന്നത്. അങ്ങനെ നെറ്റിൽ നോക്കി കുറേ പഠിച്ച് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ ചില സാധനങ്ങളൊക്കെ ഞാൻ അസിസ്റ്റൻസിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കും. അതിനൊന്നും നമ്മൾ മടി ചോദിച്ചിട്ട് കാര്യമില്ല, നമ്മൾ പഠിക്കാന്നുള്ളതേ ഉള്ളൂ. 10 ആണ് ഇപ്പോൾ ഏറ്റവും കംഫർട്ടബിൾ. 10 അടിപൊളിയാണ്. ഓക്കെ ഓക്കെ. എഡിറ്റ് ചെയ്ത് ബിഗ് സ്ക്രീനിൽ വരുമ്പോൾ ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് തോന്നൂലേ? ലൈക്ക് ഫസ്റ്റ് മൂവി ചെയ്തിട്ട് എന്തായിരുന്നു എക്സ്പീരിയൻസ്? ബിഗ് സ്ക്രീനിൽ ആദ്യത്തെ പടം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തപ്പോൾ ആ ഒരു ഫീലിംഗ് എന്തായിരുന്നു? എനിക്ക് അതിനേക്കാളും ഭയങ്കര ഫീൽ തോന്നിയത് എൻ്റെ ആദ്യം ഞാൻ വർക്ക് ചെയ്ത അസിസ്റ്റ് ചെയ്ത പടം, സ്പോട്ട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത പടം ഓർഡിനറി ആയിരുന്നു. ഓർഡിനറിയിൽ വർക്ക് ചെയ്യുക, സിനിമയിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്വപ്നമായിരുന്നു. അപ്പോഴാണ് ഓർഡിനറി വരുന്നത്. യെസ്, ബിജു മേനോൻ, കുഞ്ചാക്കോ ബോബൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഡ്രീം വേൾഡിലായിരുന്നു. അതവിടെ വർക്ക് ചെയ്ത് ഗവിയിലൊക്കെ പോയി അങ്ങനെ 10-13 ദിവസം ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ. കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി എല്ലാവരോടും പറഞ്ഞു, വീട്ടിൽ ബന്ധുക്കൾ, കാരണം എൻജിനീയറിംഗ് ആയിട്ട് ഞാൻ വരുന്നത് സിനിമയിലേക്ക്. അപ്പോൾ ആ ഒരു പ്രഷർ അറിയാലോ, ആരും വീട്ടിൽ സമ്മതിക്കില്ല, നാട്ടുകാർ സമ്മതിക്കില്ല, ബന്ധുക്കളില്ല, ടീച്ചേഴ്സ് പോലും സപ്പോർട്ടില്ല. ആകെ സിനിമേനെ സ്നേഹിക്കുന്ന കുറച്ച് കൂട്ടുകാർ കൂടെ ഉള്ളതുകൊണ്ട് അവരുടെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു സിനിമ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരുടെ അടുത്തും ബൂസ്റ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് വിടുമല്ലോ. അങ്ങനെ എല്ലായിടത്തും വിളിച്ചൊക്കെ പറഞ്ഞ് ഓർഡിനറി റിലീസായി പേരുണ്ടാവല്ലോ എന്തായാലും. തിയേറ്ററിൽ പോയി ആലുവയിലെങ്ങാടെ പോയി കണ്ട് അച്ഛനമ്മയ്ക്ക് ഉണ്ടായിരുന്നു. കണ്ട് ഫ്രണ്ടിലില്ല, എൻ്റെ സ്കൂളുണ്ട് എന്തായാലും. എൻ്റെ സ്കൂളിൽ ഫുള്ള് പോകുന്ന പേരൊക്കെ ഓരോന്നിരുന്ന് ഞാൻ വൈകുക, എവിടെയും എൻ്റെ പേരില്ല. പക്ഷെ ഭയങ്കര വിഷമായി. അമ്മയൊക്കെ ചോദിച്ചാൽ എവിടെ നിൻ്റെ പേര് വന്നില്ലല്ലോ, ചിലപ്പോൾ പോയിണ്ടോ, ഞാൻ നമ്മളെല്ലാം നോക്കിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വഴിയാക്കിയൊക്കെ വിട്ട്. പക്ഷെ വന്നില്ല, എനിക്ക് ഭയങ്കര വിഷമായി. ആദ്യം എനിക്ക് മാറി കിട്ടിയത് മൈ ബോസിലായിരുന്നു. മൈ ബോസിൽ അയ്യൂബേട്ടനായിരുന്നു മെയിൻ സ്പോട്ട് എഡിറ്റർ. എന്നാലും ചിലപ്പോൾ എന്നെ സ്പോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പടത്തിൽ എൻ്റെ പേര് സ്പോട്ട് എഡിറ്റർ എന്നൊക്കെ വെച്ച് പുള്ളി. അത് കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം ഗംഭീരമായിരുന്നു. അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആ എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും എല്ലാ സിനിമയിലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് പ്രിൻസിൽ വരുമ്പോഴും നമുക്ക് നമ്മളുടെ പേര് കാണല, അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് പോയിട്ട് വേറെ എന്തെങ്കിലും ഒരു ഓഫീസിൽ പോയിരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാഗർദാസ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയറിലും പേര് വരില്ല, ഒരു കമ്പനിയുടെ കോഡിങ്ങിലും സാഗർദാസ് ഇല്ല. അപ്പോൾ നമ്മളുടെ പേരിൽ എന്തെങ്കിലും ഒരു വർക്ക് അറിയപ്പെടുക എന്ന് പറഞ്ഞൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുള്ള ഉണ്ടായിരുന്നത് കൊണ്ട് ഇപ്പോഴും അത് ഭയങ്കര സന്തോഷം തന്നെയാണ്. ഭയങ്കര പ്രൗഡ് ഫീലിംഗ്. ഞാൻ ഇന്നലെയും കൂടി ഇൻസ്റ്റയിൽ ഇട്ട പോസ്റ്റിൽ ചിത്ര സംയോജനം സാഗർദാസ് എന്നുള്ളൊരു എൻ്റെ പേര്, അതാണ് ഞാൻ ഇട്ടത്. നമുക്ക് അത്രയും സന്തോഷം തരുന്നതായതുകൊണ്ട് അത് ഇനിയും ആ സന്തോഷം അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. അടുത്ത ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരു ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ചൊരു വർക്ക്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറൊരു വർക്ക് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? അത് അവിടെ പെൻഡിങ്ങിൽ വെച്ചിട്ട് വേറൊരു വർക്ക് കമ്മിറ്റ് ചെയ്ത് അത് ചെയ്യാൻ പറ്റാണ്ട് അല്ലെങ്കിൽ കുറേ കാലത്തിന് ശേഷം അത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ഇപ്പം ഞാൻ ഒരു പടത്തിൻ്റെ പേര് അങ്ങനെ മെൻഷൻ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ ഒരു മൂവി ഞാൻ കമ്മിറ്റ് ചെയ്തു.
കമ്മിറ്റ് ചെയ്തിട്ട് എനിക്ക് ഇതുപോലെ ഷൂട്ട് തുടങ്ങി 2 മാസമായി, അഡ്വാൻസ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ടാറ്റ ബൈ ബൈ. ഞാൻ വേറെ വർക്കിന് പോയി. വേറെ വർക്കിന് പോയപ്പം ഇവർ എന്നെ തിരിച്ചു വിളിച്ചു, എന്തായാലും സാഗർ എന്നെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് പക്ഷെ അപ്പോൾ ഞാൻ തിരിച്ചു വരാൻ പറ്റാത്തൊരു, ഞാൻ ആർക്കലി വർക്ക് ചെയ്യാൻ വേണ്ടി ലക്ഷദ്വീപായിരുന്നു. അവിടെ നിന്ന് ഓടിച്ചാടി വരാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഷൂട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഷിപ്പ് വരണം. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് വന്നിട്ട് ആണ് ഞാൻ ആ സിനിമ എഡിറ്റ് ചെയ്തത്. അങ്ങനെ അവർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഒരു മൂവിക്ക് അല്ലെങ്കിൽ ഒരു വർക്കിൽ ഡെഡ് ലൈൻ തന്നിട്ട് അത് ആ ഒരു ടൈമിൽ തീർക്കാൻ പറ്റാണ്ട് ഉണ്ടായിട്ടുണ്ടോ? ആ ഒരു ടൈം കുറച്ചും കൂടി ടൈം കിട്ടണം തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. അത് ഡെഡ് ലൈനിൽ മിക്കവാറും തീർക്കാറുണ്ട്. ഡെഡ് ലൈൻ കഴിഞ്ഞു പോയില്ല, കാരണം ഡെഡ് ലൈൻ ആണല്ലോ, എൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഇല്ല, നമ്മൾ ചത്തു. അപ്പോൾ ഇത് ചിലപ്പോൾ 10 ദിവസം ഡെഡ് ലൈൻ, 10 ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. പക്ഷെ നമ്മൾക്ക് ഇത് വർക്ക് ചെയ്യാനിരിക്കാനൊരു മൂഡ് വരണം. ചിലപ്പോൾ നമുക്കൊന്നും ഐഡിയ വരില്ല. ചിലപ്പോൾ ഈ ഐഡിയ വരുന്നത് 9ാമത്തെ ദിവസമായിരിക്കും. 9ാമത്തെ ദിവസമായിരിക്കും. ബാക്കി 8 ദിവസം വെറുതെ നടന്നിട്ടുണ്ടാകും. വെറുതെ ഇടയ്ക്കല്ലേ ഒന്നും കിട്ടാതെ നമ്മളിങ്ങനെ കറങ്ങിയടിച്ച് എന്താ ഇപ്പോൾ ചെയ്യുക, എവിടെ നിന്ന് തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചൊക്കെ നടന്നിട്ടുണ്ട്. അതേപോലെ പക്ഷെ എല്ലാം ഡെഡ് ലൈൻ വരുമ്പോൾ തീർത്ത് കൊടുക്കും. പക്ഷെ അത് രസമായിട്ട് വരാറുമുണ്ട്. കാരണം ചിലപ്പോൾ ഐഡിയ കിട്ടുന്ന ഏത് പോയിൻ്റാണോ അവിടെ നിന്ന് നമുക്കത് ടപ്പേന്ന് വന്ന് വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ഡെഡ് ലൈൻ ഒരാൾ ഏറ്റവും ഭയങ്കര ഡെഡ് ലൈനിൽ വർക്ക് ചെയ്തത് ഒരു ട്രെയിലർ ചെയ്യേണ്ട സമയത്ത്, മോർഗ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഇറങ്ങിയിട്ടില്ല. ആ മൂവിയുടെ ട്രെയിലർ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ ഇവർ എവിടെ നിന്നോ വരുവാണ്, ഞാൻ മറന്നുപോയി. വീട്ടിലേക്ക് ഞങ്ങൾ ഇറങ്ങട്ടെ, ട്രെയിലർ എന്തായി അവിടെ തീരാറായി, തുടങ്ങിയിട്ടില്ല. ഞാൻ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല, എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, എവിടെ തീർക്കണം ഒരു ഐഡിയ കിട്ടിയില്ല. ഇവരിറങ്ങുക തന്നിട്ട് 5-6 ദിവസമായി. അപ്പോൾ ഇനി ഒരു 2 മണിക്കൂർ അങ്ങോട്ടുള്ള അവരിങ്ങോട്ട് എത്താൻ. അപ്പോൾ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഇരുന്ന് പെട്ടെന്നൊരു ഐഡിയ കിട്ടി. ആ ഐഡിയയിൽ പടപടയെന്ന് പറഞ്ഞ പരിപാടി തീർത്ത് ഇവർ വന്ന് കണ്ട് ഒരു കറക്ഷനും പറഞ്ഞില്ല, അവരൊക്കെ ഹാപ്പി. അങ്ങനെ അതാണ് ഏറ്റവും ഡെഡ് എൻഡിൽ ഒന്ന് തീർത്തൊരു വർക്കായിട്ട് എനിക്ക് തോന്നിയത്. തീർത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഈ സീനിയേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ പ്രഷർ അതെങ്ങനെയായിരുന്നു? അത് ഭയങ്കര പ്രഷറായിരുന്നു. ആദ്യത്തെ പടം തന്നെ മമ്മൂട്ടി, രഞ്ജിത് ശങ്കർ ഒക്കെ, മനോജ് പിള്ള ക്യാമറമാൻ, എല്ലാവരും, ബിജി ബാലി മ്യൂസിക്, ആകെ പുതിയ ആൾ ഞാൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അപ്പം അത് വല്ലാത്ത പ്രഷറാണ്, ഭയങ്കര പ്രഷറാണ്. എനിക്ക് അങ്ങനത്തെ പ്രഷറിൽ വർക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യണം. ഫ്രണ്ട്സിൻ്റെ കൂടെ ആകുമ്പോൾ നമുക്ക് എന്ത് മണ്ടത്തരം വേണേ പറയാം. അവിടെ ഇങ്ങനെ ചെയ്താൽ ഇതെങ്ങനെ ഉണ്ടാവും ഈ ഡയലോഗ്, അത് വേണ്ട, നീ നിൻ്റെ പടത്തിൽ കേട്ടോ, നമുക്ക് ഇതന്നെ. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റും. ഡയറക്ടർ ഇങ്ങോട്ടും നല്ല ചളി, എടാ ഇതിൽ വേണ്ട, നമുക്ക് അടുത്തിൽ നീ ഇട്ടോ, ഞാൻ എൻ്റെ വേറെ എഡിറ്റർ വെച്ചോളാം എന്നൊക്കെ പറയും. ഇത് ഫ്രീഡം, നമുക്ക് 10 മണ്ടത്തരം പറയുമ്പോൾ ചിലപ്പോൾ ഒരു നല്ല കാര്യം കിട്ടും. അങ്ങനെ എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ചളി പറഞ്ഞ് വർക്ക് ചെയ്യാനാണ് എനിക്കിഷ്ടം. പ്രഷർ എനിക്ക് എനിക്കിഷ്ടമല്ല. എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അവരുടെ കാര്യം എനിക്കറിയില്ല. ഓക്കെ ഓക്കെ. ഈ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ടൈമിൽ എഡിറ്ററും കൂടെ ഇരിക്കണം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എഡിറ്റർ സ്ക്രിപ്റ്റിൻ്റെ ടൈമിൽ ഇരിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാ? അതൊരു റൈറ്റർ ആയിരുന്നു അത് പറയേണ്ടത്. ഞാനങ്ങനെ സ്ക്രിപ്റ്റിങ് ഷാരിസ്, ഞാൻ പറഞ്ഞല്ലോ, ഷാരിസിൻ്റെ കൂടെയുള്ള എൻ്റെ 2ാമത്തെ വർക്കാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഫസ്റ്റ് പടം ക്യൂൻ ആയിരുന്നു. ഈ 2 സമയത്തും ഷാരിസ് എന്നെ സ്ക്രിപ്റ്റിങ്ങിൽ ഇരുത്തിയിട്ടുണ്ട്. സ്ക്രിപ്റ്റിങ്ങിൽ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്തൊക്കെ ഇരുത്തിയിട്ടുണ്ട്. പ്രിൻസ് ആൻഡ് ഫാമിലി ഷൂട്ടിന് ഒരു 4 മാസം മുമ്പേ ഡെയിലി എന്നെ വിളിക്കും. അവിടെ ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഡിസ്കഷൻ. ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങൾ പടത്തിൻ്റെ ടൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം, അതിൻ്റെ അകത്ത് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ പേരുണ്ട്. അപ്പോൾ അതേപോലെ എല്ലാവരും കൂടി ഇരുന്നിട്ട് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും ദോഷമായിട്ട് വന്നിട്ടില്ല. പക്ഷേ ചില റൈറ്റേഴ്സ് അങ്ങനെ ഇരുത്തലുള്ളൂ. ഷാരിസ് ആ ഫ്രീഡം ഒക്കെ തരാൻ, നമ്മളുടെ അഭിപ്രായം ചോദിക്കാറുണ്ട്, നമ്മളുടെ നല്ല അഭിപ്രായങ്ങൾ ഷാരിസ് എടുക്കാറുണ്ട്, അതിൻ്റെ ക്രെഡിറ്റ്സ് നമുക്ക് തരാറുണ്ട്. അങ്ങനെയുള്ള റൈറ്റേഴ്സ് ഭയങ്കര കുറവാണ്. ഈ 2 മൂവീസിലെ ഞാൻ സ്ക്രിപ്റ്റ് മുതൽ ഇരുന്നിട്ട്, അല്ല കുറച്ച് സിനിമകൾ, ഫ്രണ്ട്സിൻ്റെ സിനിമകൾ ഞാൻ പറഞ്ഞല്ലോ, അവരെ ആ ഫ്രീഡം തന്നിട്ടുള്ളൂ. സൈറ ബാനു ചെയ്തപ്പോൾ മഞ്ജു ചേച്ചിയായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? മഞ്ജു ചേച്ചിയുടെ തിരിച്ചുവരവിലുള്ള 2ാമത്തെയോ 3ാമത്തെയോ സിനിമയാണെന്ന് തോന്നുന്നു സൈറ ബാനു. അപ്പം ഞാൻ പറയാം, അച്ഛനും മമ്മൂട്ടീനെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കും മഞ്ജു ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ ഫീമെയിൽ ഓഡിയൻസിനും മഞ്ജു ചേച്ചീനെ ഭയങ്കര ജീവനാണല്ലോ.
മഞ്ജു ചേച്ചിയുടെ തിരിച്ചുവരവിൽ ഒരു ഭാഗമാകാൻ കഴിയുന്നു എന്നുള്ള പിന്നെ പറഞ്ഞല്ലോ ഓഫ്കോഴ്സ് ഫ്രണ്ട്സ് തന്നെയാണ് എല്ലാവരും. വീട്ടിൽ അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു മഞ്ജു ചേച്ചിയുടെ സിനിമ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴേക്കും. അമ്മ ഭയങ്കര ഫാൻ ഗേളാണ് മഞ്ജു ചേച്ചിയുടെ. അറിയില്ല, കേരളത്തിൽ ഒരു മിക്ക സ്ത്രീ പ്രേക്ഷകരും മഞ്ജു ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അമ്മ ലൊക്കേഷനിലേക്കൊക്കെ വരട്ടെ എന്നൊക്കെ ചോദിച്ചു. ഞാനപ്പോൾ ലൊക്കേഷനിലേക്ക് അങ്ങനെ അധികം പോകലില്ല, വല്ലപ്പോഴൊക്കെ ചെല്ലല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം മഞ്ജു ചേച്ചിനെ പരിചയപ്പെടണം. അപ്പം എനിക്ക് ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുമില്ല. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏതോ ഒരു ദിവസം മഞ്ജു ചേച്ചിനെ കാണാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പോയപ്പോൾ മഞ്ജു ചേച്ചിയുടെ പറഞ്ഞ് ഞാൻ അമ്മേനൊന്ന് ഫോൺ വിളിച്ചിട്ട് വരട്ടെ, അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം നേരിട്ട് കാണുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നടന്നില്ല. ഫോണിൽ കൂടെ സംസാരിച്ചു. അതിനെന്താ വിളിച്ചാ? അങ്ങനെ അമ്മയ്ക്ക് വിളിച്ചിട്ട് അമ്മ ഞാനൊരാൾക്ക് ഫോൺ കൊടുക്കാം എന്നിട്ട് കൊടുത്തു. ഹലോ ഞാൻ മഞ്ജുവാണ്. അമ്മയുടെ കിളി അമ്മ എന്തൊക്കെ പറഞ്ഞത് എനിക്കറിയില്ല. അമ്മ ഭയങ്കര ഹാപ്പിയായിരുന്നു. അത് നാട്ടുകാരെയും വീട്ടുകാരൊക്കെ മൊത്തം വിളിച്ച് അമ്മ പറഞ്ഞ്. അതിനുശേഷം പിന്നെ ഒരുപാട് പേര് ചോദിച്ചു തുടങ്ങി മഞ്ജു ചേച്ചിനെ പരിചയപ്പെടുത്തി കൊടുക്കാം. പക്ഷേ പിന്നെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല. ഇടയ്ക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഭയങ്കര കാര്യമാണ് മഞ്ജു ചേച്ചി എനിക്ക്. ഒരു 5 വർഷം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻസ് എന്താ? 5 വർഷം കഴിഞ്ഞിട്ട് എഡിറ്റിംഗ് വിടാൻ ഉദ്ദേശമൊന്നുമില്ല. ഫ്രണ്ട്സിൻ്റെ പടങ്ങളൊക്കെ തന്നെ ചെയ്ത് പോകണം. പിന്നെ പറ്റിയാൽ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഒരു മൂവി ഡയറക്റ്റ് ചെയ്തൊക്കെ ഉള്ളതെന്ന് ആഗ്രഹമുണ്ട്. സ്ക്രിപ്റ്റിംഗ് ഒക്കെ ഇങ്ങനെ നടക്കുന്നു. പിന്നെ രാജുവേട്ടൻ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ ഒരു പ്രൊഡക്ഷൻ ഇങ്ങനെ ഓണായി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടെ അനൗൺസ് ചെയ്തു. പക്ഷേ സമയമെടുക്കും. അത് 5 വർഷത്തിൽ നടക്കുമെന്നൊന്നും എനിക്കറിയില്ല. നടക്കുമായിരിക്കും. എന്തായാലും ഡയറക്റ്റ് ചെയ്യും ആണല്ലേ, വിശ്വസിക്കുന്നു. നടക്കട്ടെ, അടിപൊളിയായി നടക്കട്ടെ. അപ്പോൾ ആസ് എ ഫാൻ ബോയ് ദിലീപേട്ടൻ്റെ പടം എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക പൊട്ടിച്ചിരിച്ച സീൻസ് അല്ലെങ്കിൽ ഭയങ്കര കരയിപ്പിച്ച സീൻസ് ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു ആ ഒരു ഫാൻ ബോയ് എന്ന രീതിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ത്രില്ലിങ് എങ്ങനെയായിരുന്നു? ദിലീപേട്ടൻ ഞാൻ പറഞ്ഞില്ല, കുട്ടിക്കാലം മുതലേ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനെ ഒരാളുടെ ഒരു ഫസ്റ്റ് ഹാഫൊക്കെ പ്രിൻസ് കണ്ടവർക്കറിയാം. ത്രൂഔട്ട് കുറേ കോമഡികളുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷനിൽ ഈ പറഞ്ഞ കോമഡികളൊക്കെ നമ്മൾ നേരിട്ട് കാണുകയാണ്. ഭയങ്കരമായിട്ട് ചിരിക്കും. അതെല്ലാവരും ചിരിക്കും. സെറ്റ് ഫുള്ള് ചിരിയാണ്. പിന്നെ മെല്ലെ ഫസ്റ്റ് കട്ട് കഴിഞ്ഞു ഡബ് കഴിഞ്ഞ് ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു കോമഡിയുടെ ഒരു 4 തവണ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിരിക്കൂല. ലാസ്റ്റൊക്കെ കാണുന്ന സമയത്ത് ഫുള്ള് ഇങ്ങനെ ഇരിക്കും. എല്ലാവരും പടം കാണുന്ന പ്രിവ്യൂനൊക്കെ ആരും മനുഷ്യൻ ചിരിയില്ല. നമ്മുടെ ആൾക്കാർ തന്നെയാണ്. നമ്മളെ ആൾക്കാർ ഇപ്പോൾ 150 തവണ കണ്ട സിനിമയത്. അപ്പോൾ ചിരിയില്ല. പിന്നെ നമുക്ക് ടെൻഷൻ, ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡി സിനിമയും ഹൊറർ സിനിമയും ചെയ്യുമ്പോഴാണ്. കോമഡി നമുക്കറിയാം അടുത്ത കോമഡി ഇത് വരും, പോട്ടെ അടുത്ത്. ഈ ചിരിയില്ല ഇവിടെ. പ്രിവ്യൂനൊന്നും ചിരി അറിയാവുന്നവർക്ക് ചിരിയില്ല. ഹൊററും അതുപോലെ തന്നെയായിരിക്കും. അറിയാം, ഇപ്പോൾ മറ്റേത് ഇങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി വരും. അപ്പോൾ നമ്മൾ പേടിക്കില്ല. എഡിറ്റ് ടെക്നീഷ്യന്മാരാരും അപ്പോൾ ഇത് റിലീസാവുന്ന സമയത്ത് ഓഡിയൻസ് പേടിക്കില്ല എന്നുള്ളതായിരിക്കും നമ്മുടെ ടെൻഷൻ. നമുക്കിപ്പോൾ ചിരി വരുന്നില്ല, അല്ലെങ്കിൽ ഓഡിയൻസിന് ചിരി വരുമോ ചെളിയാവും എന്നൊക്കെയുള്ളൊരു തോന്നലൊക്കെ വരാറുണ്ട്. ദിലീപേട്ടൻ്റെ കേസിൽ ഇതുപോലെ സെറ്റിൽ ഭയങ്കര ചിരിയായിരിക്കും. പിന്നീട് ഈ പ്രോസസ്സിൽ ഇങ്ങനെ വരുമ്പോഴേക്കും പിന്നെ നമുക്ക് ചിരി കുറഞ്ഞ് 0ലേക്ക് എത്തും. പക്ഷെ ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ ഉണ്ടായ ഇമ്പാക്ട് തിയേറ്ററിൽ ഇപ്പം സാധാ ഓഡിയൻസിന് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഹാപ്പി ആയിരുന്നു ഭയങ്കരമായിട്ട്. പിന്നെ കുറേ ലെങ്ത്തിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് കുറേ സാധനങ്ങൾ കളയേണ്ടി വന്നു. കുറേ കോമഡികൾ അങ്ങനെ പോയിട്ടുണ്ട്. ലാസ്റ്റ് റിലീസിന് ഒരാഴ്ച മുമ്പൊക്കെ നമ്മൾ തല്ലു പിടിച്ചൊക്കെ തിരിച്ചു വെച്ച സീനുകളൊക്കെ ഉണ്ട്. ഇത് വേണം, ഇവിടെ ചിരി ഉറപ്പാണെന്നൊക്കെ പറഞ്ഞ് വെച്ച സീനുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഇതായിരുന്നു, രസമായിരുന്നു, നല്ല രസമായിരുന്നു പടം. സ്പോട്ട് എഡിറ്റിന് പോയിട്ടുണ്ട്. സ്പോട്ട് ഏതാ? ഈ പ്രിൻസിന്റെ ഇതിന് ഞാൻ പറഞ്ഞു ഷാരിസ് സ്ക്രിപ്റ്റ് മുതൽ എന്നെ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കപ്പ് ഡേ വരെ എന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ഫുള്ള് സെറ്റിൽ ഞാൻ ഉണ്ടാവും. ഫുള്ള് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്, ചർച്ച ചെയ്ത് ഒക്കെ നോക്കി ഓക്കെ പറഞ്ഞ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് തന്നെ ചെയ്തെടുത്ത വർക്കാണ് പ്രിൻസ്. അത് ഭയങ്കര ഹാപ്പിയാണ്. അല്ലേ 150ാമത്തെ പടം എന്ന് പറഞ്ഞൊരു മൈൽ സ്റ്റോൺ കൂടിയാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അവർ അതേപോലെ ചെയ്തിട്ട് പാളി കഴിഞ്ഞിട്ട് സജഷൻ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എഡിറ്റർ എന്നുള്ള രീതിക്ക് ഇനിയിപ്പോൾ എല്ലാവരും അവരായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആവണമെന്നാണെങ്കിൽ അങ്ങനെ ആവട്ടെ.
ഇവിടെ ഗ്രൂപ്പായിട്ട് പിള്ളേരെ വെക്കുന്നു, ഇവിടെ നിന്ന് സാധനം ഓടിക്കോണ്ട് അപ്പുറം പോയി കെട്ടിപ്പിടിക്കും. പിന്നെ ഷോട്ട് ഫുള്ള് ഇവിടെയാ. പുള്ളി എൻ്റെ റിലേറ്റീവ്സിന് തന്നെ എനിക്ക് വലിയ പിടുത്തമില്ല. അപ്പോഴാണ് എല്ലാവരുടെ റിലേറ്റീവ്സിന് പഠിക്കുന്നത്. കുഴപ്പമില്ല, ഡിലീറ്റ് സീനൊക്കെ തരാം.